ഹലോ, വെൽക്കം ബാക്ക് ടു ടിംഗ്ലൂബ്സ്. ഇന്ന് നമ്മൾ ക്രോഷറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ക്വിക്ക് ആൻഡ് ഈസി പ്രൊജക്റ്റ് ആണ്. മിനി ബോ. ഫസ്റ്റ് നമുക്ക് മാജിക് സർക്കിൾ ചെയ്യാം. അതിനായി യാൺ കയ്യിലെടുത്ത് വിരലിലൂടെ ഒരു എഗ് ഷേപ്പിൽ ചുറ്റിയെടുത്തൊരു ലൂപ്പ് ഉണ്ടാക്കുക. ഇനി വർക്കിംഗ് യാണിനെ ലൂപ്പിനായി കൊണ്ടുവയ്ക്കുക. ഇനി ഈ ലൂപ്പിനുള്ളിലൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് യാണിനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇനി ഒരു ചെയിൻ ഇട്ട് കൊടുത്ത സർക്കിളിനെ ലോക്ക് ചെയ്യണം. അതിനെ യാൺ ഓവർ ചെയ്ത ശേഷം ഹുക്കിനുള്ളിലുള്ള ലൂപ്പിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇനി നമ്മുടെ ബോയ്ക്ക് ടോട്ടൽ 5 ചെയിൻ വേണം. ഒരു ചെയിൻ നമ്മൾ ഓൾറെഡി ചെയ്തു. സോ 4 ചെയിൻ കൂടി ഇട്ട് കൊടുക്കാം. 4, 5 ചെയിൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് 6 ട്രിപ്പിൾ ക്രോഷ ചെയ്യണം. അതിനെ 2 തവണ ഇങ്ങനെ യാൺ ഓവർ ചെയ്ത് കൊടുക്കണം. ഇനി ഹുക്കിനെ സർക്കിളിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇനി യാൺ ഓവർ ചെയ്തൊരു ലൂപ്പിനെ പുറത്തേക്ക് വലിച്ചെടുക്കണം. ഇപ്പോൾ ഹുക്കിൽ നമുക്ക് 4 ലൂപ്പ് കാണാം. എഗെയിൻ യാൺ ഓവർ ചെയ്ത് ഹുക്കിലുള്ള ആദ്യത്തെ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. എഗെയിൻ യാൺ ഓവർ ചെയ്ത് അടുത്ത 2 ലൂപ്പിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. എഗെയിൻ യാൺ ഓവർ ചെയ്ത് ലാസ്റ്റ് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പിൾ ക്രോഷ റെഡി. ഇനി സെക്കൻഡ് വണ്ണിനായി 2 തവണ യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് ഹുക്കിനെ സർക്കിളിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി യാൺ ഓവർ ചെയ്ത് ലൂപ്പിനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇപ്പോൾ ഹുക്കിൽ നമുക്ക് 4 ലൂപ്പ് കാണാം. ഇനി യാൺ ഓവർ ചെയ്ത് ഹുക്കിലുള്ള ആദ്യത്തെ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. എഗെയിൻ യാൺ ഓവർ ചെയ്ത് ഹുക്കിലുള്ള നെക്സ്റ്റ് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. എഗെയിൻ യാൺ ഓവർ ചെയ്ത് ഹുക്കിലുള്ള ലാസ്റ്റ് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷ റെഡി. ഇതുപോലെ തന്നെ 4 ട്രിപ്പിൾ ക്രോഷ കൂടി ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് മാജിക് സർക്കിളിൻ്റെ സൈസ് കൂടുതൽ തോന്നുവാണെങ്കിൽ ഇങ്ങനെ യാൺ ടൈറ്റായിട്ടൊന്ന് പുള്ള് ചെയ്ത് കൊടുത്ത് സർക്കിളിൻ്റെ വലിപ്പം കുറയ്ക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ള 4 ട്രിപ്പിൾ ക്രോഷ കൂടി ചെയ്ത് കൊടുക്കാം. ടോട്ടൽ നമ്മൾ 6 ട്രിപ്പിൾ ക്രോഷ ചെയ്ത് കൊടുത്തു. ഇനി 5 ചെയിൻ ഇട്ട് കൊടുക്കണം. 1, 2, 3, 4, 5 ചെയിൻ ഇട്ട ശേഷം ഇനി നമ്മൾ സർക്കിളിനുള്ളിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. സ്റ്റിച്ചസിനിടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ സൈഡിലേക്ക് തള്ളി വെച്ച് കൊടുക്കണം. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനായി ഹുക്കിനെ സർക്കിളിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം യാൺ ഓവർ ചെയ്ത് ഒരു ലൂപ്പിനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇനി പുറത്തേക്ക് വലിച്ചെടുത്ത ലൂപ്പിനെ ഓൾറെഡി ഹുക്കിലുള്ള ലൂപ്പിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബോർഡ് ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്തു. ഇനി സെയിം പാറ്റേൺ ഉപയോഗിച്ച് ഓപ്പോസിറ്റ് സൈഡ് കൂടി ചെയ്യണം. സോ നേരത്തെ ചെയ്ത പോലെ 5 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. 2, 3, 4, 5. ഇനി നമുക്ക് 6 ട്രിപ്പിൾ ക്രോഷ ചെയ്യണം. ഞാൻ ഈ മാജിക് സർക്കിൾ ഒന്ന് ചെറുതാക്കാൻ പോകുവാണ്. ഇനി നമുക്ക് ബാക്കി 5 ട്രിപ്പിൾ ക്രോഷ കൂടി ചെയ്ത് കൊടുക്കാം. അങ്ങനെ 6 ട്രിപ്പിൾ ക്രോഷ കംപ്ലീറ്റ് ചെയ്തു. ഇനി 5 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ സർക്കിളിനുള്ളിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. ഇനി യാൺ ഓവർ ചെയ്ത ലൂപ്പിനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇനി പുതിയ ലൂപ്പിനെ ഓൾറെഡി ഹുക്കിലുള്ള ലൂപ്പിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇനി ജസ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം യാണിനെ കട്ട് ചെയ്ത് കൊടുക്കാം. യാൺ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ലോങ് ടെയിൽ ഇടണം. ഇനി യാൺ നല്ല ടൈറ്റായിട്ട് പുള്ള് ചെയ്ത് കൊടുത്ത് നമുക്ക് മാജിക് സർക്കിൾ ക്ലോസ് ചെയ്യാം. അതിനുശേഷം യാണിനെ ഇങ്ങനെ ചുറ്റിക്കൊടുത്ത് നമുക്ക് ബോ ഷേപ്പാക്കി എടുക്കാം.
നമ്മുടെ ക്യൂട്ട് മിനി ബോ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ? ജസ്റ്റ് 2 മിനിറ്റ് മതി ഇതൊന്ന് ചെയ്തെടുക്കാൻ. ഈ ബോ നമുക്ക് ഹെയർ ആക്സസറിയിലോ ഡ്രസ്സിലോ ബാഗിലോ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ മിനി ബോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. കൂടാതെ കൂടുതൽ ക്രോഷ്യ വീഡിയോസിനായി ടിങ്ക് ലുക്സ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ ക്രോഷ്യ ചെയ്യാൻ ആഗ്രഹമുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും മറക്കാതെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ക്രോഷിംഗ്.